ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ്. ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ ജെമിനൈക്ക് വേണ്ടിയിട്ട് കറണ്ട് ഫീലിങ്സിൻ്റെ റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കണേ. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാ മെസ്സേജസ് റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾക്ക് ഒരു പ്രൈവറ്റായി റീഡിംഗ് ബുക്ക് ചെയ്യണം വെച്ചാൽ അത് ചെയ്യാം. എന്നെ കോൺടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇമെയിൽ ചെയ്യുക, ഇല്ല വെച്ചാൽ വെബ്സൈറ്റിൽ പോയിട്ട് വാട്സാപ്പ് ചാറ്റ് അയക്കുന്നുണ്ട്. അതിനെ ക്ലിക്ക് ചെയ്ത് ചാറ്റ് ചെയ്യേണ്ട കൂടെ ഞാൻ അവിടെ എല്ലാം ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അയച്ചു തരാം. അതല്ലാണ്ട് ഈ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസിനെ ലൈക്ക് ചെയ്യുക ആൻഡ് കമൻറ്റ് ചെയ്യുക. ആൻഡ് നിങ്ങൾക്ക് എൻ്റെ ചാനലിൻ്റെ മെമ്പർഷിപ്പ് ജോയിൻ ചെയ്യണം വെച്ചാൽ അതും ചെയ്യാം. മെമ്പർ ആയാൽ നിങ്ങൾക്ക് എല്ലാം വീഡിയോസ് ഉടനെ ആക്സസ് ചെയ്യാൻ പറ്റും. വെയിറ്റിംഗ് പീരീഡ് ഇല്ല. ഇല്ലച്ച മറ്റവർക്ക് എല്ലാവർക്കും വെയിറ്റ് ചെയ്യേണ്ടി വരും. ആ ഡേറ്റിനെ അത് റിലീസാവുള്ളൂ. പക്ഷേ നിങ്ങൾക്ക് ആ വെയിറ്റിംഗ് പീരീഡ് ഉണ്ടാവില്ല. ഇമ്മീഡിയറ്റ്ലി അപ്ലോഡ് ചെയ്യണ ഉടനെ നിങ്ങൾക്ക് വീഡിയോസ് കാണാം. ആൻഡ് ബോണസ് റീഡിങ്സും മെമ്പേഴ്സിന് മാത്രമാണ്, നോൺ മെമ്പേഴ്സിന് അതില്ല. അപ്പോൾ ജോയിൻ ചെയ്യാൻ അവിടെ എൻ്റെ ചാനലിൽ തന്നെ ഒരു ജോയിൻ ബട്ടൺ ഉണ്ട്. അതിനെ ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യുക. ആൻഡ് ഇപ്പം നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. എന്താണ് അവിടെ മെസ്സേജസിന് നമ്മൾക്ക് റീഡിങ്ങിൽ കാണാം. അപ്പോൾ ജെമിനായി, എന്താണ് നിങ്ങളുടെ ഓവറോൾ എനർജി നമ്മൾക്ക് നോക്കാം. ഈ സമയത്ത് ജെമിനായുടെ ഓവറോൾ എനർജി, കറണ്ട് ഓവറോൾ എനർജി ജെമിനായിക്കാണ്. ഹൈ പ്രീസ്റ്റസ്, സ്പൈസീസ് എനർജി. നിങ്ങളുടെ പേഴ്സന്റെ മനസ്സിൽ എന്താണ് ഇപ്പോൾ, അവരുടെ ഓവറോൾ എനർജി എന്താണ്? നിങ്ങളുടെ പേഴ്സന്റെ ഓവറോൾ എനർജി, നിങ്ങളുടെ പേഴ്സന്റെ ഓവറോൾ എനർജിയാണ് ഫൂൾ, ഏരീസ് എനർജി. ആൻഡ് നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ ആണ് ടവർ. അപ്പോൾ ജെമിനായി, ഇവിടെ ക്ലിയർലി എന്തോ ഒരു വലിയ ചേഞ്ച് ഉണ്ടായിട്ടുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ. ടവർ ആണ് മ്യൂച്വൽ എനർജി. അപ്പോൾ എന്തോ ഒരു ഷോക്കിംഗ് ചേഞ്ച്, അല്ലെങ്കിൽ ഒരു ഷോക്കിംഗ് ഡെവലപ്മെന്റ് ഉണ്ടായിട്ടുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ. എന്തോ ഒരു റെവലേഷൻ ഉണ്ടായിട്ടുണ്ട്. എന്തോ നിങ്ങൾക്ക് മനസ്സിലായി, ഇല്ലച്ചാ എന്തോ ഇൻഫർമേഷൻ കിട്ടി, ഇല്ലച്ചാ എന്തോ ഒരു ഫൈറ്റ് ഉണ്ടായി. പക്ഷെ ഇത് ഒരു വലിയ ചേഞ്ച് ആണ്, ഒരു എൻഡിങ് ആൻഡ് ഒരു പുതിയ ബിഗിനിങ്ങിന്റെ എനർജിയാണ് ഇത്. അപ്പോൾ നിങ്ങളുടെ എനർജി ഹൈ പ്രീസ്റ്റസ് ആണ്. ഇത് സെപ്പറേഷന്റെ എനർജി ആവാം. ഈ സമയത്ത് നിങ്ങൾ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാവാം. പക്ഷെ ഇവിടെ ഡെഫിനറ്റ്ലി ഒരു സൈലൻസ് ഞാൻ കാണുന്നുണ്ട്. ഈ പേഴ്സന്റെ എനർജി ഫൂളാണ്. ഇവർ ഒരു പുതിയ ബിഗിനിങ്ങിന്റെ ഡയറക്ഷനിലേക്കാണ് പോണത്. ഇത് ഏരീസ് എനർജിയാണ്. ആൻഡ് നിങ്ങളുടെ സൈഡില് പൈസീസ് എനർജി ഞാൻ കാണുന്നു. ആൻഡ് മ്യൂച്വൽ എനർജിയിൽ ടവർ ആണ്, അത് സ്കോർപ്പിയോ എനർജിയാണ്. അപ്പോൾ ഇത് ക്ലാരിഫൈ ചെയ്ത് നോക്കാം. ഈ ഹൈ പ്രീസ്റ്റസ്, നിങ്ങളുടെ എനർജിയിൽ എന്തുകൊണ്ടാണ് ഹൈ പ്രീസ്റ്റസ് ഇവിടെ കാണുന്നത്? അപ്പോൾ നിങ്ങൾ ഹാർട്ട് ബ്രോക്കൺ ആണ് ജെമിനായി. ഇവിടെ ഒരു എൻഡിങ് ഉണ്ട്, ഒരു ഡിസപ്പോയിൻമെന്റ് ഉണ്ട്. നിങ്ങൾ ഡെഫിനറ്റ്ലി എന്തോ ഒരു ബ്രേക്കപ്പ് ഉണ്ടായിട്ടുണ്ട്, ഇല്ലാച്ച കുറേ ഒരു ഡിസപ്പോയിൻമെന്റ് ഞാൻ ഇവിടെ കാണുന്നു. സാഡ്നെസ് ഉണ്ട്. ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിരിക്കാം. ഈ പേഴ്സന്റെ എനർജിയിൽ ഫൂൾ എന്തുകൊണ്ടാണ്? ഈ പേഴ്സന്റെ ലൈഫിൽ കുറെ ഓപ്ഷൻസ് ഉണ്ട് ഓൾറെഡി. അവർ മൂവ് ഓൺ ചെയ്യാൻ തുടങ്ങിയിരിക്കണം. എന്ന് വെച്ചാൽ 7 ഓഫ് കപ്സ് ഇവിടെ കുറെ ഓപ്ഷൻസിന്റെ എനർജിയാണ്, കൺഫ്യൂഷന്റെ എനർജിയാണ്. അവർ ഓൾറെഡി മേ ബി ഡേറ്റ് ചെയ്യാൻ തുടങ്ങിയിരിക്കണു. ടവർ എന്താണ് റിവീൽ ആയി ഇവിടെ? എന്താണ് ഒരു എൻഡിങ്ങിന്റെ കാരണം? ആരോ ഇവിടെ കുറെ ഇമ്മച്യൂർ ആയി ബിഹേവ് ചെയ്തു. പേജ് ഓഫ് വാൻസ്, ഇതൊരു ഇമ്മച്യൂരിറ്റിയുടെ കാർഡാണ്. ഒരു പേഴ്സൺ ഈ റിലേഷൻഷിപ്പിനെ സീരിയസ്ലി എടുത്തിട്ടില്ല. ആൻഡ് ഇവിടെ മേ ബി വേറെ അഫെയർസ് ഉണ്ടായിരുന്നു. അപ്പോൾ എന്താണ് ഇവിടെ പാസ്റ്റിൽ എന്താ ഉണ്ടായേ? പാസ്റ്റിന്റെ എനർജി 6 ഓഫ് പെന്റിക്കിൾസ്. അപ്പോൾ ഡെഫിനറ്റ്ലി ഇവിടെ ഒരു ഇംബാലൻസ്ഡ് റിലേഷൻഷിപ്പ് ആയിരുന്നു. നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് ഈ റിലേഷൻഷിപ്പിൽ ഒരു പേഴ്സൺ കുറെ എഫേർട്ട് ഇടുണ്ടായിരുന്നു, മറ്റേ പേഴ്സൺ അത്ര എഫേർട്ട് ഇടുണ്ടായില്ല. അപ്പോൾ ഈ റിലേഷൻഷിപ്പിന്റെ പാസ്റ്റിൽ തന്നെ ഒരു ഇംബാലൻസ് ആണ്. ഇതൊരു പക്ഷേ ലോങ് ടേം റിലേഷൻഷിപ്പ് ആയിരുന്നു. ഓർ മേ ബി ഒരു സൈഡിന് സീരിയസ് ആയിരുന്നു, നിങ്ങളുടെ സൈഡിന് മേ ബി നിങ്ങൾ സീരിയസ് ആയിരുന്നു. പക്ഷെ ഈ പേഴ്സൺ വേറെ ആൾക്കാരെ പ്രയോറിറ്റൈസ് ചെയ്യുന്നുണ്ടായിരുന്നു. നിങ്ങളെ വിട്ടിട്ട് വേറെ ആൾക്കാർക്ക് അവരുടെ എനർജി കൊടുക്കണ്ടായിരുന്നു.
അപ്പോൾ ഇപ്പോൾ ഈ സമയത്ത് നിങ്ങളുടെ കറണ്ട് ഫീലിങ്സ് ഈ പേഴ്സണിന് വേണ്ടിയിട്ട് എന്താണ്? നിങ്ങൾ ഈ പേഴ്സണെ ടോക്സിക് ആയിട്ടാണ് കാണുന്നത്. ഡെവിൽ, കാപ്രിക്കോൺ എനർജി. ഈ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ശരിയല്ല. ഈ പേഴ്സൺ കുറെ അൺഹെൽതി ഹാബിറ്റ്സ് ഉണ്ട്. തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇല്ലാച്ച ഒരു ലസ്റ്റ് ബേസ്ഡ് എനർജി ആയിരിക്കാം ഡെവിൽ. അതല്ലച്ച ഒരു ഒബ്സെസീവ് ടൈപ്പ് ഓഫ് പേഴ്സൺ ആയിരിക്കാം. അൺഹെൽതി റിലേഷൻഷിപ്പിൽ ഇല്ല പേഴ്സൺ ആയിരിക്കാം. ഇല്ലാച്ച ഒരു മാന്യൂപ്പുലേറ്റീവ് ടൈപ്പ് ഓഫ് പേഴ്സൺ ആയിരിക്കാം. അപ്പോൾ എനിവേ നിങ്ങൾ ഈ പേഴ്സണെ ഒരു ഡെവിൽ ആയിട്ടാണ് കാണുന്നത്. ഈ പേഴ്സണെ കുറിച്ച് നിങ്ങളുടെ നല്ല അഭിപ്രായം ഇല്ല. ഇപ്പോൾ ഈ സമയത്ത് നിങ്ങൾ ഈ പേഴ്സണിന്റെ ട്രൂ ഫേസ് കാണാൻ തുടങ്ങിയിരിക്കുന്നു. എന്നുവെച്ചാൽ അവർ ഈ കാര്യങ്ങളൊക്കെ മുമ്പേ റിവീൽ ചെയ്തിട്ടുണ്ടായില്ല. ഇപ്പോൾ ഇതൊക്കെ പുറത്തു വരണു, അവരുടെ സീക്രറ്റ്സ്, അവരുടെ ചെയ്ത കാര്യമൊക്കെ. അപ്പോൾ കുറച്ചൊരു ഷോക്ക് ഉണ്ട് നിങ്ങൾക്ക്. ഈ പേഴ്സണിന്റെ ഫീലിങ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താണ്? മെജിഷ്യൻ. അപ്പോൾ ഈ പേഴ്സൺ നിങ്ങളെ, ഇത് ജെമിനൈയുടെ എനർജി തന്നെയാണ്. ഈ പേഴ്സൺ എവിടെയോ അവർ നിങ്ങളൊരു മെജിഷ്യൻ ആയിട്ടാണ് കാണുന്നത്. എന്ന് വെച്ചാൽ ഒരു മാന്യൂപ്പുലേറ്റീവ് ടൈപ്പ് ഓഫ് പേഴ്സൺ. പക്ഷെ എവിടെയോ അവർക്ക് നിങ്ങളുടെ കൂടെ ഒരു ഫ്യൂച്ചർ വേണം എന്നുണ്ട്. അവർ നിങ്ങളുടെ കൂടെ ഒരു, ഓർ മേ ബി ഓൾറെഡി നിങ്ങളുടെ ഇടയ്ക്ക് ഒരു മാരേജ് റിലേഷൻഷിപ്പ്, പറഞ്ഞ ഒരു മാരേജിലാണ് നിങ്ങൾ വെച്ചാൽ ഇവിടെ ഒരു കുട്ടി ഉണ്ടാവാൻ, മേ ബി നിങ്ങൾക്ക് കുട്ടികളുണ്ടാവാം. ഓർ മേ ബി ഈ പേഴ്സണ് നിങ്ങളുടെ കൂടെ ഒരു ഫ്യൂച്ചർ വേണം എന്നുണ്ടാവും. അവർ അതാണ് മാനിഫെസ്റ്റ് ചെയ്യണത്. ഓക്കെ, അപ്പോൾ എന്താണ് ഇവിടെ ഫ്യൂച്ചറിൽ ഉണ്ടാവാൻ പോണേ? നിങ്ങളുടെ സൈഡിൽ നിന്ന് എന്താണ് ആക്ഷൻ? നിങ്ങൾ ഈ പേഴ്സണെ ബ്ലോക്ക് ആണ് ചെയ്യണത്. ഓക്കെ, എനിക്ക് തോന്നുന്നില്ല നിങ്ങൾ ഈ പേഴ്സണെ എന്റർടൈൻ ചെയ്യും. ഈ പേഴ്സന്റെ സൈഡിൽ നിന്ന് എന്താ ആക്ഷൻ ഉണ്ടാവുക? ഈ പേഴ്സണെ റീകൺസിലിയേഷൻ വേണം. അപ്പോൾ അവർ ഡെഫിനറ്റ്ലി നിങ്ങളെ അപ്രോച്ച് ചെയ്യും. അപ്പോൾ ഈ സിറ്റുവേഷൻ്റെ ഔട്ട്കം എന്താണ്? ഈ സിറ്റുവേഷൻ്റെ ഔട്ട്കം ആണ് ക്വീൻ ഓഫ് കപ്സ്. ഈ ക്വീൻ ഓഫ് കപ്സ് എന്താണ് ഔട്ട്കം? അപ്പോൾ ഒരു പേഴ്സൺ ഇവിടെ കുറെ ലവ് ആൻഡ് കെയർ ഒക്കെ കാണിക്കേണ്ട, മറ്റേ പേഴ്സൺ ഇവിടെ ബോർഡ് ആയിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇത് നിങ്ങളുടെ സൈഡിലായിരിക്കാം. നിങ്ങൾ മേ ബി ഈ ഓഫറിൽ ഇൻട്രസ്റ്റ് ഇല്ല ഇപ്പോൾ, പക്ഷെ ഈ പേഴ്സൺ ഡെഫിനറ്റ്ലി അവരുടെ ഫീലിങ്സ് ഒക്കെ എക്സ്പ്രസ് ചെയ്യാൻ വരും. ഒരു റീകൺസിലിയേഷൻ്റെ ഓഫർ കൊണ്ടുവരും, ഒരു അപ്പോളജി ഉണ്ടാവും. അപ്പോൾ ഇവിടെ എന്താണ് ഏറ്റവും വലിയ ബ്ലോക്ക്? നിങ്ങളുടെ സൈഡിൽ നിന്ന് എന്താണ് ബ്ലോക്ക്? നിങ്ങൾക്ക് പേടിയുണ്ട് ഈ പേഴ്സൺ ആദ്യം നിങ്ങളെ ഹേർട്ട് ചെയ്യുമെന്ന്. നിങ്ങൾ ഓൾറെഡി ഹേർട്ട് ആയിരിക്കണു. ഇപ്പോൾ നിങ്ങൾക്ക് ഈ പേഴ്സണെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ കുറേ ഗാർഡഡ് ആണ്. ഈ പേഴ്സന്റെ സൈഡിൽ എന്താണ് ബ്ലോക്ക്? ഈ പേഴ്സൺ സീരിയസ് ടൈപ്പ് അല്ല. ഓക്കെ, അവർ നിങ്ങളുടെ അടുത്ത് നിങ്ങളുടെ ഡിറക്ഷനിൽ വന്നാലും അവർ ചേഞ്ച് ചെയ്യാൻ പോകില്ല. അവരുടെ ഇപ്പോഴും നൈറ്റ് ഓഫ് വോൺസ് ആയിട്ടാണ്. ഇതൊരു പ്ലെയർ എനർജിയാണ്. അവരുടെ ഏറ്റവും വലിയ ബ്ലോക്ക് എന്താ വെച്ചാൽ അവർക്ക് ഈ അഫെയറും വേറെ ആൾക്കാരുടെ കൂടെ ഡീൽ ചെയ്യണതും അതൊക്കെയാണ് അവരുടെ ഏറ്റവും വലിയ ബ്ലോക്ക്. അവരുടെ ലസ്റ്റ് ആണ് അവരുടെ ബ്ലോക്ക്. അപ്പോൾ അവർക്ക് ആ ബിഹേവിയർ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അവർ എപ്പോഴും ആ എനർജിയിൽ തന്നെയാണ്. അപ്പോൾ ജെമിനായി, ഞാൻ കാണുന്നത് നിങ്ങൾ രണ്ടാളും ആക്ച്വലി ഒരു ഡിവൈൻ മാച്ച് ആണ്. കമ്പാറ്റബിലിറ്റി ഉണ്ട്, പക്ഷെ ഇവിടെ ഒരു തേർഡ് പാർട്ടി ഉണ്ട്. ക്വീൻ ഓഫ് പെന്റക്കിൾസ് കാണാണ്ട് ഒരു വെർഗോ എനർജി. അപ്പോൾ മേ ബി ഈ പേഴ്സൺ ഓൾറെഡി വേറെ ആരുടെയോ കൂടെ ഒരു റിലേഷൻഷിപ്പിലാണ്. നിങ്ങൾക്കത് അറിയുണ്ടാവും, ഓറൽസ് മേ ബി നിങ്ങൾക്ക് അറിയുണ്ടാവില്ല. പക്ഷെ ഇവിടെ ഞാനൊരു ഡിവൈൻ കപ്പിൾ ആണ് കാണുന്നത്, പക്ഷെ ഒരു തേർഡ് പാർട്ടിയും കാണുന്നുണ്ട്. ഓക്കെ, അപ്പൊ എന്താണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ റൊമാൻസ് ഏഞ്ചൽ കാർഡ്സ്? ന്യൂ ലവ്. എ ന്യൂ പേഴ്സൺ ഹാസ് സ്റ്റേർഡ് യുവർ റൊമാൻറ്റിക് ഫീലിങ്സ്. അപ്പം നിങ്ങളുടെ ലൈഫിൽ ജെമിനായി ഒരു ന്യൂ പേഴ്സൺ വരാൻ പോകുന്നുണ്ട് വെരി സൂൺ. പക്ഷെ ഈ പാസ്റ്റ് പേഴ്സന്റെ കൂടെ ഐ തിങ്ക് ഇത് ഈ സ്റ്റോറി ഇവിടെ എൻഡ് ആവുന്നുണ്ട്. എന്നുവെച്ചാൽ ഈ പേഴ്സൺ തിരിച്ചു വന്നാലും ഐ ഡോണ്ട് തിങ്ക് നിങ്ങൾക്ക് ഈ പേഴ്സന്റെ കൂടെ ഒരു ഫ്യൂച്ചർ വേണം എന്നുണ്ടെന്ന്. ഫ്ലേർട്ട്, എക്സ്റ്റെൻഡ് യുവർ ലൈറ്റ് ഹാർട്ടഡ് എനർജി ടു അതേഴ്സ്. അപ്പോൾ ഇത് ഒരു ന്യൂ ഡിറക്ഷനിലേക്കാണ് പോണേ. എസ്പെഷ്യലി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ന്യൂ ലവ് വരാൻ പോകുന്നുണ്ട്. അതുകൊണ്ടാണ് യൂണിവേഴ്സ് പറയണേ കുറച്ചൊരു ലൈറ്റ് ഹാർട്ടഡ് എനർജി വെക്കാൻ, കുറച്ചൊരു ഫ്ലേർട്ടിങ് എനർജി മാതിരി ഒരു ലൈറ്റ് ആയി എനർജി വെക്കാൻ.
അപ്പോൾ ജമുന, ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ഐ ഹോപ്പ് ഇത് റെസൊനേറ്റ് ചെയ്തിട്ട് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആൻഡ് നിങ്ങൾക്ക് ഒരു പ്രൈവറ്റായി റീഡിംഗ് ബുക്ക് ചെയ്യണം വെച്ചാൽ ചെയ്യാം. പ്രൈവറ്റ് റീഡിംഗ് പെയ്ഡ് റീഡിങ്സ് ആണ്, പക്ഷെ അത് നിങ്ങളുടെ എനർജി കുറിച്ചാണ്, അപ്പോൾ കൂടുതൽ റെസൊനേറ്റ് ചെയ്യും. എന്നെ കോൺടാക്ട് ചെയ്യാൻ ഇമെയിൽ ചെയ്യുക, ഇല്ലെങ്കിൽ എൻ്റെ വെബ്സൈറ്റിൽ പോയിട്ട് വാട്സാപ്പ് ചാറ്റ് അയക്കുന്നുണ്ട്, അതിനെ ക്ലിക്ക് ചെയ്ത് ചാറ്റ് ചെയ്യാൻ്റെ കൂടെ. ആൻഡ് ഞാൻ എല്ലാം ഡീറ്റെയിൽസ് അവിടെ അയച്ചു തരാം. ആൻഡ് ചാനലിൻ്റെ മെമ്പർഷിപ്പ് ജോയിൻ ചെയ്യണം, ചെറിയ ജോയിൻ ബട്ടൺ ഉണ്ട് ചാനലിൽ, ക്ലിക്ക് ചെയ്യുക, അവിടെ എല്ലാം ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടും. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിംഗ് കൊണ്ടുവന്ന്. ടിൽ ദെൻ ടേക്ക് കെയർ.